പ്രതീക്ഷാപൂർവം പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് നാട്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. രാത്രി 12:30 വരെയാണ് ആഘോഷങ്ങൾ. ഫോർട്ട് കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പനും കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്നും ശ്യാമപ്രസാദും തിരുവനന്തപുരത്ത് നിന്ന് ദിസ്നയും ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം കോഴിക്കോട്ടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മാനാഞ്ചിറയിൽ ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, പുതുവർഷം പിറക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. നാടും നഗരവുമൊക്കെ അതിൻ്റെ ആവേശത്തിലേക്ക് അടുക്കുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? എല്ലാവരും പുതുവർഷം ആഘോഷമാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണോ? കുടുംബങ്ങൾ ഒക്കെ എത്തിത്തുടങ്ങിയോ മാനാഞ്ചിറയിൽ? അതേ രോഹിണി, എന്തായാലും പുതുവർഷത്തെ ആഘോഷമാക്കി മാറ്റാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രധാനമായും നമുക്കറിയാം ശംഖുമുഖവും ഒപ്പം തന്നെ ഫോർട്ട് കൊച്ചിക്കും ഒപ്പം തന്നെ സമാനമായ ഒരു ആഘോഷ വൈബ് തന്നെയാണ് കോഴിക്കോടിൻ്റെ മാനാഞ്ചിറയ്ക്കുമുള്ളത്. അത് മലബാറുകാരുടെ സ്വന്തം മാനാഞ്ചിറ. ആ മാനാഞ്ചിറയിൽ ആഘോഷപൂർവ്വമാക്കി മാറ്റാൻ തന്നെ ഒത്തിരി കുടുംബങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വൈദ്യുതി ദീപാലങ്കാര വിളക്കുകളെല്ലാം തന്നെ തെളിയുകയും ചെയ്യും. ഇപ്പോഴും ആളുകളെല്ലാം തന്നെ ആ ഒരു ആഘോഷത്തെ വരവേൽക്കാൻ, ആ ആഘോഷരാവിനെ വരവേൽക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പല കുടുംബങ്ങളുമെല്ലാം തന്നെ കുട്ടികളെല്ലാമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരുപാട് പേര് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് ചേച്ചി വരുന്നത്? എവിടെ നിന്നാണ്? കൊയിലാണ്ടിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെയാണ് ഇത്തവണ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്? അല്ല, കുറച്ച് കഴിഞ്ഞാൽ പോകും. ഇവിടുത്തെ ഒരു അലങ്കാരവും വൈദ്യുതി അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണല്ലേ? അതെ. ഇതുപോലെ ഒരുപാട് ഫാമിലി കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവരൊക്കെ എല്ലാം വന്ന് സജീവമായിട്ട് നിൽക്കുകയാണ്. ന്യൂ ഇയർ ആഘോഷം ഇവിടെയാണോ ഇത്തവണ? ആണ്. എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ പാലത്ത്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ? മാനാഞ്ചിറ തന്നെയാണോ? വരാറുണ്ട്. ഈ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെയാണോ ഒരു സേഫ് അല്ലേ? ബീച്ചിനേക്കാളും ഒക്കെ ബീച്ചിനെക്കാട്ടിലും സേഫ് ആണല്ലോ. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. രോഹിണി, ഈ ആഘോഷം നടക്കുമ്പോൾ പ്രധാനമായ ഒരു സുരക്ഷ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും കുടുംബങ്ങളെല്ലാം തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ബീച്ചിൽ തന്നെ ആഘോഷങ്ങൾ കൂടുതലുണ്ട്. കൂടുതൽ ആളുകളെല്ലാം തന്നെ അവിടേക്ക് വരാറുണ്ട്. കാര്യങ്ങളെല്ലാം തന്നെ വരുമ്പോഴേക്കും മാനാഞ്ചിറ സേഫായിട്ട് തിരഞ്ഞെടുക്കുന്ന കുറേ കുടുംബങ്ങളുമുണ്ട്. കുട്ടികളെല്ലാം തന്നെ എത്തുമ്പോഴേക്കും അവരുടെ ഒരു സുരക്ഷയൊക്കെ കൂടി നോക്കിയാണ് ഇവിടേക്കും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ കോഴിക്കോടിൻ്റെ പല നിരത്തുകളുമെല്ലാം തന്നെ ചെറിയ സംഘങ്ങളും ചെറിയ കൂട്ടായ്മകളെല്ലാം തന്നെ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. അവർ ആഘോഷങ്ങളും പാട്ടും നൃത്തവും എല്ലാമായിട്ട് തന്നെയാണ് ഈ പുതുവർഷ പുലരിയെ വരവേൽക്കാനായിട്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും ഈ മാനാഞ്ചിറയുടെ കവാടത്തിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടേക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന കുടുംബാംഗങ്ങളുണ്ട്. എവിടെ നിന്നാണ് ചേച്ചി വരുന്നത്? രാമനാട്ടുകര. എല്ലാ വർഷവും ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വരാറുണ്ട്. അത് തന്നെയാണ് നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും, അതായത് ഈ മാനാഞ്ചിറയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മലബാറുകാരുടെ സ്വന്തം ഫോർട്ട് കൊച്ചിയെന്നോ അല്ലെങ്കിൽ മലബാറുകാരുടെയോ കോഴിക്കോടുകാരുടെയോ സ്വന്തം കോവളമോ ശംഖുമുഖമോ എന്ന് പറയാവുന്ന തരത്തിലേക്ക് നമുക്കതിനെ മാറ്റേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ബീച്ചും മാനാഞ്ചിറയുമാണ്. അങ്ങനെ ആഘോഷത്തെ വരവേൽക്കുമ്പോൾ തന്നെ പ്രധാനമായും ഇവിടേക്ക് കുട്ടികളൊക്കെ എത്തുന്ന മോളെ ന്യൂ ഇയർ ആഘോഷിക്കാനാണോ വന്നത്? ന്യൂ ഇയർ ആഘോഷിക്കാനാണോ വന്നത്? ആണോ? ആണ്. പേരെന്താ? റിയ. ഇവള് പാട്ട് പാടുന്ന ആളാണോ? പാട്ട് പാടുവോ? പാട്ട് പാടില്ല. ഒരു പാട്ട് പാടിക്കേ കേക്കട്ടെ. പാട്ടറിയില്ല. കുഴപ്പമില്ല. എന്തായാലും ആഘോഷത്തെ വരവേൽക്കാൻ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒത്തിരി പേർ കച്ചവടക്കാരുണ്ട്. അവരോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നവരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ടോ. ഇങ്ങനെ അല്പസമയത്തിനകം തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന എൻ്റെ പിന്നിൽ കാണാൻ കഴിയുന്ന ഈ വൈദ്യുതി ദീപാലങ്കാരങ്ങളെല്ലാം തന്നെ തെളിയുകയും ചെയ്യും. അത് കാണാനായിട്ട് ഒരുപാട് പേർ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയും ചെയ്യുന്നു. ബീച്ചിലും ആഘോഷങ്ങൾ തകൃതിയാണ്. പ്രധാനമായും ആഘോഷങ്ങൾ നടക്കുമ്പോഴും പോലീസിൻ്റെ കർശന സുരക്ഷാ വലയത്തിൽ തന്നെയാണ് കോഴിക്കോട് നഗരമെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ സുരക്ഷ മുൻകരുതി കൊണ്ട് തന്നെയാണ് 500-ലധികം പോലീസുകാരെ എല്ലാം തന്നെ സ്ഥലത്ത് പല ഭാഗങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ബീച്ചിലും അതോടൊപ്പം തന്നെ മാനാഞ്ചിറയുടെ ഭാഗങ്ങളിലും ചെറു റോഡുകളിലും ഇട റോഡുകളിലുമെല്ലാം തന്നെ ഗതാഗത സൗകര്യം എല്ലാം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെ പോലീസിൻ്റെ നിരീക്ഷണ വലയത്തിൽ ഇപ്പോൾ മാനാഞ്ചിറ മൈതാനവും ബീച്ചും എല്ലാം തന്നെ സജീവമായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ മാനാഞ്ചിറ മൈതാനം ദീപാലങ്കൃതമായ ഈ ഒരു വൈദ്യുതി ദീപാലങ്കാരത്താൽ അല്പസമയത്തിനകം തെളിയും
വരികയും ചെയ്യും. അത് കാണാൻ തന്നെ ആളുകളെല്ലാം തന്നെ കുട്ടികളുമായി വന്നിരിക്കുന്നു. അങ്ങനെ ഈ ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ വളരെ സജീവമായി തന്നെയാണ് മാനാഞ്ചിറ മൈതാനവും ഒപ്പം തന്നെ കോഴിക്കോടിൻ്റെ ബീച്ചും ഒരുങ്ങിയിരിക്കുന്നത്. നമുക്ക് അങ്ങനെ പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് തീരുക്കാൻ പറ്റാത്ത ആ ഒരു കാഴ്ച അത് അല്പസമയത്തിനകം തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ പ്രധാനമായും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള കാസർഗോഡ് ഒപ്പം തന്നെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പാലക്കാട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകളേക്ക് എത്തിച്ചേരും. ചേട്ടാ, ന്യൂ ഇയർ ആഘോഷം ഇവിടെയാണ്? അതെ അതെ അതെ, കോഴിക്കോട്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മലപ്പുറം ചേളാരി. മലപ്പുറത്തു നിന്നാണ് വരുന്നത്. മലപ്പുറത്ത് നിന്ന് വന്ന് ഇവിടെ എന്താണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ കാരണം? ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല ഹാപ്പിനെസ് ആണ് ഇവിടെ കോഴിക്കോട്, അങ്ങനെ വന്നതാണ്. കോഴിക്കോട് മറ്റു വലിയ പൊളി വൈബാണ്. പൊളി വൈബല്ലത്, ഇവിടുത്തെ വൈബ് പിന്നെ വേറെ എവിടെ കിട്ടുക? അടിപൊളി. അപ്പം ന്യൂ ഇയർ ഇവിടെ എൻജോയ് ചെയ്യാൻ പോവുക. എത്ര പേരുണ്ട് സംഘത്തിൽ? ഞങ്ങൾ 11 പേര്. 11 പേരുണ്ട് സംഘത്തിൽ. 11 പേരിൽ സംഘത്തിൽ ഇച്ചിരി ജഗജില്ലി ആരാണ്? ഇതാ ജഗജില്ലി, ഇതാ പേര്. ഇതാണോ ജഗജില്ലി? എന്താണ് പേര്? ദർശിത്. ദർശിത് എങ്ങനെയാണ് ഇവിടെ വന്നിട്ട്? ആദ്യമായിട്ടാണോ ദർശിത് ഇവിടെ വരുന്നത്? എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? നല്ല രസമുണ്ട്. പാട്ടൊക്കെ പാടുമോ? പാട്ടൊക്കെ അറിയോ? പാട്ട് പാടുന്ന ആരുണ്ട്? ആരുമില്ല. പാട്ട് പാടുന്നവർക്ക് സമ്മാനമുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയാണ്, കുട്ടികളൊക്കെ ആയിട്ട് മലപ്പുറത്തു നിന്ന് വന്നവരാണ് ഇവർ. എന്തായാലും ആ ഒരു കോഴിക്കോട് ആ ഒരു വൈബ് അത് കോഴിക്കോട് തന്നെ വന്ന് ആസ്വദിക്കണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും മിഥുൻ അയ്യപ്പനും ദിസ്നയും പറയുന്നത് പോലെ തന്നെ ഫോർട്ട് കൊച്ചിയും ശംഖുമുഖവും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോഴിക്കോടുകാർക്ക് മാനാഞ്ചിറ ഉണ്ടെന്നാണ് ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അതെ ശ്യാം, അത് കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ്.